IIT ദില്ലിയിൽ MSc ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്റ്റുഡൻസ് അഫയേഴ്സ് ഓഫീസിലെ ഡീൻ രാജിവെക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായ 4ാം ദിവസവും സമരം തുടരുകയാണ് വിദ്യാർത്ഥികൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ 8 വിദ്യാർത്ഥികളാണ് ദില്ലി IITയിൽ ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി ഫെമിന തന്നെയാണ് നമ്മളോടൊപ്പം ചേരുക. ഫെമിന, വലിയ പ്രതിഷേധമുയരുന്നു വിദ്യാർത്ഥിയുടെ മരണത്തിൽ. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ 8 വിദ്യാർത്ഥികൾ അവിടെ ജീവനൊടുക്കി എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. എന്താണ് ദില്ലി IITയിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതിയാണ് IITയിലെ MSc ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ഋഷികേശ് ലെക്ചർ ഹാളിന്റെ 6ാം നിലയിൽ നിന്ന്, കോംപ്ലക്സിന്റെ 6ാം നിലയിൽ നിന്ന് വീണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ആത്മഹത്യയെ തുടർന്ന് ക്യാമ്പസിൽ വൻ വിദ്യാർത്ഥി പ്രതിഷേധമാണ് ഉണ്ടായത്. 4 ദിവസമായി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ ക്യാമ്പസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയിരുന്നു. ക്യാമ്പസിനകത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ ഈ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഈ ഒരു ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്നും മാത്രവുമല്ല, ഇത്തരത്തിൽ തുടർച്ചയായി കഴിഞ്ഞ 3 വർഷങ്ങളായി 8 പേരാണ് IIT ദില്ലിയിൽ ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഒരു എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഒരു കമ്മിറ്റിയെ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥികൾ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അതിലെ കോർ പോയിന്റായി വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ ഋഷികേശിന്റെ ആത്മഹത്യയെ തുടർന്ന് അദ്ദേഹത്തിന്റെ അമ്മ തന്നെ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒന്നാമതായി ഈ വിദ്യാർത്ഥിക്ക് ഹോസ്റ്റൽ നിഷേധിച്ചു. മാത്രമല്ല, ഈ പഠനത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്തതിന് ശേഷമാണ് ഋഷികേശ് ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ ഈ MSc കോഴ്സ് ചെയ്യുന്നതിനായിട്ട് എത്തിയത്. എന്നാൽ ഹോസ്റ്റൽ സൗകര്യം ഈ അധികൃതർ നിഷേധിച്ചു. മാത്രമല്ല, വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഈ അധ്യാപകരിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ഒരു വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ. സ്റ്റുഡൻസ് അഫയേഴ്സ് ഓഫീസ് അല്ലേ അവിടുത്തെ ഡീൻ, ആ ഡീനിന്റെ മോശം പെരുമാറ്റമാണ് ആ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അതിനെ തുടർന്നാണ് ഈ ആത്മഹത്യ എന്ന ഗൗരവതരമായ പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായും. ഈ വെൽഫെയർ അസോസിയേറ്റ് ഡീനിന്റെ ഒരു രാജി തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ഹോസ്റ്റൽ വാർഡന്റെ ഭാഗത്തു നിന്നൊരു മോശം അനുഭവം ഈ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പെരുമാറ്റത്തെ കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. മാത്രവുമല്ല, അസോസിയേറ്റ് ഡീനിന്റെ രാജി ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുൻപോട്ട് വെക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകണം. മാത്രമല്ല, ക്യാമ്പസിലെ ഈ ഒരു മാനസികാരോഗ്യ പിന്തുണാ സംവിധാനങ്ങളും അതുപോലെ തന്നെ പരിഹാര സെല്ലുകളും കൂടുതൽ ശക്തമാക്കണം എന്നൊരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ വളരെ ശക്തമായ പ്രതിഷേധമാണ് ദില്ലി IITയിൽ ഉയർന്നത്. MSc വിദ്യാർത്ഥി ഫിസിക്സ് വിദ്യാർത്ഥി ഋഷികേശിന്റെ ആത്മഹത്യയിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 8 വിദ്യാർത്ഥികളാണ് ദില്ലി IITയിൽ ജീവനൊടുക്കിയത്. വിവരങ്ങളാണ് ഫെമിന നൽകിയത്.